ഹല്ലേലൂയ. എല്ലാവരെയും ആത്മാവിൻ്റെ ദൂത എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഒരു സ്വർഗസ്നായ പിതാവെ ചൊല്ലി കാഴ്ചവെക്കുന്നത് ഈ ആഴ്ചയിൽ ചില പ്രത്യേക നിയോഗങ്ങൾ സാധിക്കാനായിട്ട് നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളെ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. നമ്മളിന്ന് ഒരു വചനഭാവം ധ്യാനിക്കുന്നത് സുഭാഷിതങ്ങൾ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവർക്കാണ് ഞാൻ എൻ്റെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവം ഒരു വ്യവസ്ഥയുമില്ലാതെ തൻ്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവം തൻ്റെ കൃപ കൊണ്ട് മൂടും. കവിഞ്ഞൊഴുകുന്ന അഭിഷേകം നൽകി അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവരാകാം. പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ദാനങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.